ഏതൊരു വിജയത്തിനു മുൻപിലും കഠിനാധ്വാനത്തിന് അതിൻ്റേതായ പ്രസക്തിയുണ്ട്. അത് ക്ഷീരമേഖലയോ കാർഷിക മേഖലയോ ആയിക്കോട്ടെ. അവരുടെ കഠിനാധ്വാനം കണ്ടു പഠിക്കുന്നത് ക്ഷീര കാർഷിക മേഖലയിൽ ഉറച്ചു നിൽക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വഴികാട്ടിയാകും. ഇത്തരത്തിൽ വിജയം സ്വന്തമാക്കിയ ഒരു ക്ഷീര കർഷകനാണ് കൊല്ലം ജില്ലയിലെ പൂയപ്പള്ളി തച്ചോണത്തുള്ള ശ്രീ വിനു വി എൻ. പശുവളർത്തൽ മേഖലയിലെ തന്റെ അറിവും അനുഭവങ്ങളും പങ്കുവയ്ക്കുന്ന വിനുവിനെ പരിചയപ്പെടുത്തുന്നു ശ്രീ ഷിബു ജോർജ്. വിനു സാർ, പരിപാടിയിലേക്ക് സ്വാഗതം. വിനു സാർ, താങ്കളൊരു ഡെയറി ഫാം നടത്തുവാണല്ലോ. എത്ര പശുക്കളുണ്ട്? എനിക്ക് 40ഓളം പശുക്കളുണ്ട്. പശുവും കിടാങ്ങളും എല്ലാം ആയിട്ട്. പശു മാത്രമേ ഉള്ളൂ അതോ എരുമയും ഉണ്ട്? എരുമയുണ്ട്, ആടുണ്ട്. ഓഹോ, ഇതെല്ലാം കൂടെ ഒന്നിച്ചു കൊണ്ടുപോവുകയാണ്. ഓക്കെ. അപ്പോൾ ഈ 40ഓളം പശുക്കളുണ്ടെന്ന് പറയുമ്പോൾ ഇതിന്റെ പരിപാലനമൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണല്ലോ. പശു പരിപാലനം പ്രത്യേകിച്ചും കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതിൽ എപ്പോഴും നമ്മൾ ശ്രദ്ധ വേണ്ടുന്നൊരു കാര്യമാണ് പശു പരിപാലനം. അപ്പോൾ എത്ര ആൾക്കാരുണ്ട് സഹായിക്കാനൊക്കെ? ഞങ്ങൾക്ക് ഫുൾ ടൈമായിട്ട് 2 പേരും, പിന്നെ പാർട്ട് ടൈമായിട്ട് നമ്മളിങ്ങനെ ഇടയ്ക്ക് പുല്ലൊക്കെ വെട്ടേണ്ട സാഹചര്യത്തിൽ പുറത്തുനിന്ന് ആളെ വേറെ വിളിക്കും. ഇപ്പോൾ ആദ്യം തൊട്ട് ഈ ക്ഷീരകൃഷിയിൽ തന്നെ ആയിരുന്നു? അല്ല, ഞാൻ ഗൾഫിലായിരുന്നു. പക്ഷേ എനിക്ക് ഈ പശു വളർത്തലിൽ വളരെ താല്പര്യമുള്ള ഒരാളാണ്. ഞാൻ ITIക്കൊക്കെ പഠിക്കുന്ന സമയത്ത് എനിക്കിതിനോട് വലിയ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. 98 നന്ദിനി സംഗമം എന്ന് പറയുന്ന അതിൽ എനിക്കാണ് ഫസ്റ്റ് പ്രൈസ് കിട്ടിയത്. കൊല്ലം ജില്ലയിൽ സ്റ്റേറ്റ് തലത്തിൽ വെച്ച് നടത്തിയത്. കൊച്ചുനാൾ തൊട്ട് എനിക്ക് അതിനോട് ഒരു ഇൻട്രസ്റ്റ് ഉള്ള ആളാണ്. പിന്നെ നമ്മൾ പല മേഖലകളിലേക്ക് ഇങ്ങനെ ഗൾഫിൽ പോകേണ്ട സാഹചര്യം വന്നു. അങ്ങനെ പോയി 10-12 കൊല്ലം അവിടെ നിന്നു. കൊറോണ കാലമായപ്പോഴാണ് ഞാൻ തിരിച്ചു വന്നത്. നാട്ടിൽ വന്നു. ഇനിയിപ്പോൾ ഉടനെ തിരിച്ചു പോകുന്നില്ല എന്ന് വെച്ചു. എന്നാൽ ആദ്യം ഒരു 2 പശു വാങ്ങി നോക്കാമെന്ന് വിചാരിച്ചു. എനിക്ക് അതിനെക്കുറിച്ച് കുറേ അറിയാം. എങ്കിലും ഞാൻ ആദ്യം 2 പശു വാങ്ങി. പെട്ടെന്ന് തന്നെ ഞാൻ കൂട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ കുറേ കാര്യങ്ങൾ അറിയാവുന്നത് കൊണ്ട് എനിക്ക് പെട്ടെന്ന് കൂട്ടാൻ കഴിയും. കൂട്ടിയെന്ന് പറഞ്ഞാൽ പുതിയ പശുക്കളെ വാങ്ങി. ഹൈ ഈൽഡ് പശുക്കളെ വാങ്ങി. ആദ്യം ഹൈ ഈൽഡ് അല്ലായിരുന്നു. ഇപ്പോഴത്തെ സാഹചര്യം, ഞാനൊരു 10-12 വർഷക്കാലം നാട്ടിൽ ഇല്ലായിരുന്നല്ലോ. അപ്പോൾ ഇവിടുത്തെ തീറ്റ വില, മറ്റുള്ള സാഹചര്യങ്ങളൊക്കെ എങ്ങനെയുണ്ടു എന്നൊന്നറിയാൻ വേണ്ടി ഞാൻ കുറഞ്ഞ 2 പശുക്കളെ വാങ്ങിയാണ് സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ അതിൻ്റെ കാര്യങ്ങൾ ഒരു 5 മാസം 6 മാസം കൊണ്ട് അതിൻ്റെ ഒരു ഏകദേശം ലെവൽ കട്ടിയപ്പോൾ ഞാനത് പിന്നെ ഇത് നമുക്ക് ഒക്കിയേല, ഹൈ ഈൽഡ് പശുക്കൾ വന്നെങ്കിൽ നമ്മൾ ഫാമിങ്ങിനായിട്ട് ഇറങ്ങാൻ പറ്റുള്ളൂ. അങ്ങനെ 20 താഴെ പാലുള്ള പശുക്കൾ നമ്മുടെ ഫാമിൽ സ്ഥാനമേ ഇല്ല. 20 ലിറ്റർ മിനിമം വേണം. 20 ഉള്ളതിനേ വാങ്ങിയുള്ളൂ. 20 മേളിലോട്ട്. അപ്പോൾ ഈ കർഷകർ മിക്കവാറും ഇങ്ങനത്തെ പശുക്കളെ വാങ്ങാൻ പോകുമ്പം 20 ലിറ്റർ വേണമെന്ന് നമ്മുടെ ഒരു ധാരണയാണ്. പക്ഷെ അതേമാതിരിയുള്ള പശു നമ്മൾ വാങ്ങുന്നുണ്ടോ അല്ലയോ എന്ന് അതെങ്ങനെ ഉറപ്പ് വരുത്തുന്നത് നിങ്ങൾ? ഏകദേശം നമ്മൾ പശുവിൻ്റെ പ്രായം, അതിൻ്റെ അകിടിൻ്റെ ഷേപ്പ്, അതിൻ്റെ ആരോഗ്യം, അതിൻ്റെ ഹൈറ്റ്, ബോഡി വെയ്റ്റ്, ഇതെല്ലാം വെച്ച് നമുക്ക് നല്ലൊരു കർഷകനെ അറിയാൻ പറ്റും. എങ്കിലും ചിലയിടത്തൊക്കെ നമുക്ക് ഫാൾട്ട് വരാം. എങ്കിലും നമ്മൾ കൃഷ്ണഗിരിയിലൊക്കെ പോകുമ്പോൾ പല്ല് നോക്കിയാണ് പശു. ഞാൻ എല്ലാ പശുക്കളെയും പല്ല് നോക്കിയേ വാങ്ങും. പ്രായം നിർണ്ണയിക്കുക. ചിലതൊക്കെ ഒരു 8 വയസ്സിലൊക്കെ ചെന്നൈന്ന കിടാങ്ങളുണ്ട്. അവരൊക്കെ 2 വർഷമേ ഹൈ ഈൽഡ് കിട്ടും. നമ്മൾ പൊതുവേ നമ്മളെ നാട്ടിൻപുറത്തൊരു ധാരണയുണ്ട്, 3-ാം പ്രസവത്തിലും 4-ാം പ്രസവത്തിലും പശുക്കൾ നല്ല പാല് കിട്ടുമെന്ന്. അത് കറക്റ്റായ കാര്യമാണ്. പക്ഷേ 18 മാസം ടു 20 മാസത്തിനകത്ത് ചെന പിടിക്കുന്ന പശുക്കൾക്കാണ് ഈ പറഞ്ഞ രീതിയിൽ പാല് കിട്ടുന്നത്. മറ്റേ പശുക്കൾക്ക് പാല് കിട്ടും. കന്നി പ്രസവത്തിലെ നല്ല ഈൽഡായിരിക്കും. സെക്കൻഡ് പ്രസവത്തിലും കാണും, തേടിലും കാണും. പിന്നെ താഴോട്ട് വളരെ താന്നു വരും. എൻ്റെ ഫാമിൽ ഇപ്പോൾ 9 പ്രസവിച്ച പശു ഇപ്പോൾ ഉണ്ട്. ഈ കഴിഞ്ഞ പ്രസവത്തിന് 20 ലിറ്റർ പാലുണ്ടായിരുന്നു. 24-25 കിട്ടിക്കൊണ്ടിരുന്ന പശുവാണ്. ഇപ്പം അവൾക്ക് തീറ്റ ഓവറായിട്ട് നമ്മൾ കൊടുക്കുന്നില്ല. കൊടുക്കുമ്പോൾ ഇച്ചിരി ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ വരുന്നുണ്ട് പാല് കൂടുതലാകുമ്പോൾ. അതുകൊണ്ട് നമ്മൾ തീറ്റ കുറച്ച് ഷോർട്ട് ചെയ്ത് കൊടുക്കും. അപ്പോൾ ഇങ്ങനെ അതും കുറച്ച് പശുക്കളെ വാങ്ങിച്ചു. അത് കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു നിങ്ങളുടെ ഫാമിൽ തന്നെ ഞങ്ങൾ കിടാങ്ങളെ വളർത്തി റെഡിയാക്കി എടുത്തതാണ്. കിടാങ്ങളെ വളർത്തുന്നത് നമ്മൾ എല്ലാ കർഷകരും വളർത്തുന്ന രീതിയല്ല. ഞങ്ങൾ ആദ്യത്തെ ഒരു 3 മാസക്കാലമേ പാല് കൊടുക്കുകയുള്ളൂ. അത് ആദ്യം 1 മാസം പശുവിൻ്റെ പാലും പിന്നെ മിൽക്ക് റീപ്ലേസറാണ് കൊടുക്കുന്നത്. അപ്പം വീനിങ് ചെയ്ത് മാറ്റും. കഴിവതും നമ്മൾ ചില സാഹചര്യങ്ങളിൽ പശുവിൽ നിന്ന് മാറ്റാക്കുമെങ്കിൽ അന്നേരം തന്നെ മാറ്റും. കുപ്പിക്കകത്ത് തന്നെ കൊടുത്ത് ശീലിപ്പിക്കും അവരെ. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ അവർക്ക് കാഫ് സ്റ്റാർട്ടറുകൾ കൊടുക്കും. കുറച്ച് നാൾ കഴിയുമ്പോൾ അതിൻ്റെ ഓരോ പീരീഡുകളുണ്ട്. ആ പീരീഡുകൾ കഴിയുമ്പോൾ അതിൽ നിന്ന് മാറ്റും. പിന്നെ നമ്മൾ അവരെ മേയാൻ വിടും. വൈകിട്ട് സമയത്താണ് മേയാൻ വിടുന്നത്. വയലേരിയ അവിടെ ഞങ്ങൾ വയലിലൊരു 5 മണിയാകുമ്പോൾ കെട്ടും, വെളുപ്പിനഴിക്കും. രാത്രിയിലും മേയും അവർ. ഒരു സമയമാകുമ്പോൾ അവർ ആ മഞ്ഞത്ത് കിടക്കും. കാലത്ത് വെയിൽ കൊള്ളാൻ നമ്മൾ അനുവദിക്കും. കൊണ്ടുവന്ന് പച്ചവെള്ളം ആദ്യം കൊടുക്കും, പിന്നെ അവരുടെ ഫീഡ് കൊടുക്കും. വീണ്ടും വൈകിട്ട് വെള്ളം കൊടുത്തിട്ട് മേയാൻ വിടും. വെള്ളം എന്ന് വെച്ചാൽ തനി പച്ചവെള്ളം. കുത്തിവെക്കുന്ന എത്ര മാസം കഴിഞ്ഞ്? ഞങ്ങൾ 18 മാസം കഴിഞ്ഞേ കുത്തിവെക്കുകയുള്ളൂ. അതിന് മുമ്പേയൊക്കെ അവർ ഹീറ്റിങ്ങിലേക്കൊക്കെ വരും, എങ്കിലും നമ്മൾ കുത്തിവെക്കാറില്ല. 18 മാസം കഴിയണം.
കഴിഞ്ഞിട്ടുള്ള ഹീറ്റിലേ നമ്മൾ കുത്തിവെപ്പ് തുടങ്ങും. അപ്പോൾ ഇതിനു വേണ്ടിയും സെമനൊക്കെ അല്ലെങ്കിൽ നമ്മൾ കുത്തിവെക്കാൻ വേണ്ടി അത് നിങ്ങൾ സെലക്ട് ചെയ്യുമോ അതോ? സെലക്ട് ചെയ്യും. അത് നമ്മൾ സെലക്ട് ചെയ്തിട്ടല്ലേ കുട്ടിയെ വളർത്തിക്കൊണ്ട് കാര്യമുള്ളൂ. നമ്മൾ നല്ല ഹൈ ഈൽഡ് സെമണുകളാണ് യൂസ് ചെയ്യുന്നത്. താനൂസ്, അറ്റ്ലസ് അങ്ങനെയൊക്കെയുള്ള ഹൈ ഈൽഡ് സെമണുകൾ. അതിൻ്റെ താനൂസ്, അറ്റ്ലസ് എന്നൊക്കെ പറയുന്നത് ബുള്ളിൻ്റെ പേരാണ്. ബുള്ളിൻ്റെ പേരാണ്. അത് നമ്മൾ ആ ബുള്ളിൻ്റെ നെയിമും അതിൻ്റെ നമ്പറും അടിക്കുമ്പോൾ അത് എത്ര ഈൽഡ് ഉണ്ടായിരുന്നു, എന്ത് ഫാറ്റ് ഉണ്ടായിരുന്നു, എത്ര കറവക്കാലം കിട്ടി, ഇതെല്ലാം നമുക്കറിയാൻ പറ്റും. ഈ ഒരു വർഷം എത്ര ലിറ്റർ പാല് കിട്ടിയ പശുവാണ് എന്നെല്ലാം നമുക്കറിയാൻ പറ്റും. അപ്പോൾ ഈ കാളയൊക്കെ എനിക്ക് തോന്നുന്നു നമ്മുടെ രാജ്യത്തുള്ളതല്ല, പുറത്തെ രാജ്യത്ത്. പിന്നെ സെക്സ് ഓർഡർ സെമനും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അത് KLD ബോർഡിൻ്റെ തന്നെ നല്ല സെമനുകൾ KLD ബോർഡിലുണ്ട്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നിങ്ങൾ അതും സെലക്ട് ചെയ്ത് തന്നെയാണ് ചെയ്യുന്നത്, സെമനും എടുക്കുന്നത്. നമ്മളിപ്പം KLD ബോർഡിൻ്റെ കുറേ ചെയ്തിട്ടുണ്ട്. പ്രീമിയം, പിന്നെ ഐരാവതം എന്ന് പറയുന്ന ഒരു സെക്സ് ഓർഡർ സെമൻ, അതിലൊക്കെ കുറേ എണ്ണം നമുക്ക് ചെന പിടിച്ചു നിൽപ്പുണ്ട്. ഇപ്പം നിങ്ങൾ മിക്കവാറും നിങ്ങൾ കുത്തിവെക്കുമ്പം ആദ്യത്തെ കുത്തിവെപ്പിൽ തന്നെ ചെന പിടിക്കാറുണ്ട്? ആദ്യത്തതിൽ അങ്ങനെ പറയാൻ പറ്റുന്നില്ല. ഇപ്പം നമ്മുടെ ഫീഡിൻ്റെയൊക്കെ ആവാം. കന്നിക്കിടാങ്ങളൊക്കെ ഒരു മട്ടം അങ്ങനെ വരുന്നുണ്ട്, ആദ്യത്തേലൊക്കെ വരുന്നുണ്ട്. പക്ഷേ നമ്മളെ കറവിൽ നിൽക്കുന്ന പശുക്കളൊക്കെ ചിലപ്പോൾ 3, 4, 5 ഒക്കെ പോകാറുണ്ട്. പിന്നെ അത് നമ്മൾ ഡോക്ടറെ കാണിച്ച് 2 കുത്തിവെപ്പ് 3 കുത്തിവെപ്പ് പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഡോക്ടറെ വിളിച്ചു അവരുടെ നിർദ്ദേശപ്രകാരമാണ് പിന്നെ അടുത്ത ട്രീറ്റ്മെൻറ്റുകളൊക്കെ നടത്തിയിട്ടാണ് അടുത്ത കുത്തിവെപ്പിലേക്ക് പോകുന്നത്. പിന്നെ വിനുജി, ഒരു ഫാം നമുക്ക് നല്ലപോലെ കൊണ്ടുപോകണമെങ്കിൽ താങ്കൾ പറഞ്ഞ ഒരു 20 ലിറ്റർ എങ്കിലും മിനിമം കിട്ടാത്ത പശുക്കൾ നിങ്ങളുടെ ഫാമിൽ ഇല്ല. അപ്പം ഈ ഒരു പാലുൽപാദനം എന്ന് പറയുമ്പം തീറ്റ കൊടുക്കുന്ന ഒരു പ്രധാന ഘടകമാണ്. ചെലവും എനിക്ക് തോന്നുന്നു ഏറ്റവും അധികം അതിലാണ് വരുന്നത്. താങ്കളുടെ ഒരു രീതി എങ്ങനെയാണ്? ഞാനൊരു പശുവിന് 11 to 12 കിലോ തീറ്റ വരെ ഹൈ ഈൽഡ് പശുക്കൾക്ക് കൊടുക്കാറുള്ളൂ. പിന്നെ ബാക്കിയെല്ലാം പുല്ലുവർഗ്ഗങ്ങളാണ് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള പശുക്കൾക്ക് മാക്സിമം നമ്മൾ തീറ്റ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ 12 കിലോ തീറ്റ കൊടുത്തു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ആ തീറ്റയ്ക്കകത്ത് ഇവർക്ക് വേണ്ടുന്ന ഘടകങ്ങളുണ്ടോ, ഇവർക്ക് വേണ്ടുന്ന ഫൈബർ ഉണ്ടോ, പ്രോട്ടീൻ ഉണ്ടോ, ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ അത് ഏതൊക്കെ തീറ്റകൾ ചേർന്നാൽ നമുക്ക് ഇതൊക്കെ കിട്ടും. പിന്നെ ഇതിൻ്റെ ഫീഡ് നമുക്ക് ടെസ്റ്റ് ചെയ്യണമെങ്കിൽ മണ്ണൂത്തിയിലുണ്ട്, അവിടെയൊക്കെ കൊണ്ടുപോയി നമുക്ക് അയച്ചു കൊടുത്താൽ അവർ ടെസ്റ്റ് ചെയ്തതിൻ്റെ റിസൾട്ട് കിട്ടും. ഇതിനകത്ത് ഇത്ര പ്രോട്ടീൻ ഉണ്ട്, ഇന്ന പിണ്ണാക്കിൽ ഇത്ര പ്രോട്ടീൻ ഉണ്ട്, കുപ്പളി പിണ്ണാക്കിൽ ഇത്ര ഉണ്ട്, പരുത്തി പിണ്ണാക്കിൽ ഇത്ര ഉണ്ട്, ഫാം DOCയിൽ ഇത്ര ഉണ്ട്. എന്താ വെച്ചാൽ നമ്മുടെ പാം ഓയിൽ എടുക്കുന്നതിൻ്റെ വേസ്റ്റ് പിണ്ണാക്കിൽ. അപ്പോൾ ഇതൊക്കെ നമുക്ക് പശുവിന് തീറ്റയായിട്ട് ഉൾപ്പെടുത്താൻ പറ്റും. അതിനൊക്കെ അതിൻ്റെ ഒരു ശതമാനമുണ്ട്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ സ്വന്തമായിട്ട് ഈ തീറ്റ ഉണ്ടാക്കുക? ഞങ്ങളിപ്പോൾ കുറച്ച് സ്വന്തമായിട്ട് ഉണ്ടാക്കിയാണ് ചെയ്യുന്നത്. എന്താണെന്ന് വെച്ചാൽ നമുക്ക് ആയൊരു മില്ല് വന്നിട്ടുണ്ട് ഈ പശുക്കളുടെ തീറ്റ പൊടിക്കുന്നത്, ഫെബിൻ എന്നൊക്കെ പറഞ്ഞ് ആഷിയുടെ മില്ലിലാണ് നമ്മളിതെല്ലാം പൊടിച്ചുകൊണ്ട് വന്ന് ഇത് ചെയ്യാറുള്ളത്. അത് നല്ല രീതിയിൽ തന്നെ നമുക്ക് നേരിട്ട് കണ്ട് ആ മില്ലിൽ നിന്ന് തന്നെ നമ്മൾ പറയുന്ന റേഷ്യോയിൽ നമുക്ക് പൊടിച്ച് കിട്ടും. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നു നമ്മൾ ഈ റെഡിമെയ്ഡ് തീറ്റ വാങ്ങുന്നതിനെക്കാട്ടിലും ചിലവ് കുറവാണ്. പക്ഷേ റിസ്ക് വെച്ചിട്ട് നമ്മൾ പോകണം, ഇതെല്ലാം എടുക്കണം. ചോളത്തിൽ തന്നെ 3-4 വെറൈറ്റി ചോളമുണ്ട്. എന്താണ് വെറൈറ്റി എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, ഗുണനിലവാരം കുറഞ്ഞതുണ്ട്, വാട്ടർ കണ്ടന്റ് കൂടിയതുണ്ട്, ഇതെല്ലാം നമുക്ക് അറിഞ്ഞിരിക്കണം. അപ്പോൾ അങ്ങനെ നല്ല ചോളത്തിന് ചിലപ്പോൾ 1 രൂപ 50 പൈസയൊക്കെ കൂടുതലായിരിക്കും. നമ്മളെപ്പോഴും നല്ല ഫസ്റ്റ് ക്വാളിറ്റി സാധനം മേടിക്കുകയുള്ളൂ. പിന്നെ ഈ നമ്മുടെ ഈ ഖരാഹാരത്തിൻ്റെ കൂടെ നമ്മൾ പുല്ല് കൊടുക്കണം. പുല്ലിന് വേണ്ടി പുൽകൃഷിയൊക്കെ ഉണ്ട്. പുൽകൃഷി എനിക്ക് ഏകദേശം 4 ഏക്കറോളം സ്ഥലത്ത് പുൽകൃഷിയുണ്ട്, വയലും കരയുമായിട്ട്. സ്ഥിരം പുല്ല് കിട്ടും. സ്ഥിരം പുല്ല് ഉണക്ക് സമയത്ത് സ്ഥിരമായി കിട്ടിയല്ല. അന്നേരം ചിലപ്പോൾ നമ്മൾ പുറത്ത് സൈലേജിനെ ആശ്രയിക്കേണ്ടി വരും. സ്വന്തം സൈലേജ് ഉണ്ടാക്കാറുണ്ട്. അതിനുള്ള മെഷീനൊക്കെ നമ്മുടെ കയ്യിലുണ്ട്. അത് പുല്ല് പൊടിക്കുന്നതും 15 HP വലിയ ചാഫ് കട്ടറൊക്കെ നമ്മുടെ കയ്യിലുണ്ട്. ഈ സൈലേജ് ഉണ്ടാക്കുന്നത് ഒത്തിരി കോംപ്ലിക്കേറ്റഡ് ആണോ? നല്ലപോലെ ശ്രദ്ധിച്ചില്ലെങ്കിൽ പ്രശ്നം ഉണ്ടാവാൻ ശ്രദ്ധിച്ചില്ല, എയർ കയറി കഴിഞ്ഞാൽ പ്രശ്നം, അത് ചീത്തയാവാനൊക്കെ ചാൻസ് ഉണ്ട്. നമ്മൾ പുല്ല് ചെയ്യുമ്പോൾ നമ്മൾ അതിനകത്ത് ചോളവും കൂടെ ആഡ് ചെയ്യും, പൊടിച്ച ചോളവും കൂടെ ആഡ് ചെയ്ത് അതിനകത്ത് EM സൊല്യൂഷൻ എന്ന് പറയുന്ന ആക്ടിവേഷൻ നടക്കാൻ വേണ്ടി ഇതെല്ലാം ചെയ്ത് വളരെ കൃത്യമായ എയർ കടക്കുന്നില്ലെന്ന് ഉറപ്പുവരുത്തി പ്ലാസ്റ്റിക് ബാഗ് കൊണ്ട് വളരെ കൃത്യതയോടുകൂടി പ്ലാസ്റ്റിക് ബാഗിൽ ടൈറ്റ് ചെയ്തിട്ടാണ് ക്യാനകത്ത് എയർ കയറാതെ അടച്ച് റെഡിയാക്കി വെക്കുന്നത്. വലിയ ക്യാനുകളുണ്ട്, വലിയ ക്യാനിനകത്താണ് നമ്മൾ ചെയ്യുന്നത്. പിന്നെ ടാങ്കും ഉണ്ട്, സിമെൻറ്റിൻ്റെ ടാങ്കും ഉണ്ട്. ടാങ്കിൽ നമ്മൾ ടാർപോളിൻ ഇട്ട് ക്ലിയർ ചെയ്ത് അതിനെ നല്ലോണം പ്രസ് ചെയ്ത് ഒട്ടും വായു കടക്കുന്നില്ല എന്ന് ഉറപ്പ് വരുത്തത്ത കണക്ക് തന്നെ ഈ പ്ലാസ്റ്റിക് പൊതിഞ്ഞ് വെച്ച് അതിൻ്റെ മേളിൽ വെയിറ്റും വെക്കും. നല്ലപോലെ ചെയ്താൽ കുറേ കാലം ഇരിക്കും അല്ലേ? കുറേ കാലം ഇരിക്കും. ഏകദേശം ഞാൻ 9 മാസം വരെ വെച്ചിട്ടെടുത്തിട്ടുണ്ട്, ഒരു തുള്ളി പോലും കേടായിട്ടില്ല. അപ്പോൾ നമുക്ക് വേനൽക്കാലത്തിന് വേണ്ടി നമുക്ക് വേണമെങ്കിൽ ഉണ്ടാക്കി വെക്കാം. ലാർജ് സ്കെയിലിൽ നമുക്ക് പുല്ല് കിട്ടുമെങ്കിലും അത് സ്റ്റോർ ചെയ്യാനുള്ള സ്ഥലം ഉണ്ടെങ്കിൽ നമുക്ക് ഉണ്ടാക്കി വെക്കാം. യൂറോപ്യൻ രാജ്യങ്ങളിലെല്ലാം അങ്ങനെയാണല്ലോ അവർ ചെയ്യുന്നത്. അത് തന്നെ. പിന്നെ നമ്മുടെ ഇവിടുത്തെ ഈ മാറുന്ന കാലാവസ്ഥ ചിലപ്പോൾ ഒത്തിരി ചൂടായിരിക്കും, ചിലപ്പോൾ നല്ല മഴ, ഇപ്പം മഴക്കാലം തുടങ്ങിക്കഴിഞ്ഞ്. അപ്പം ഈ സമയത്തൊക്കെ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുന്നത്?
വരുന്നത്? മഴക്കാലത്ത് നമുക്ക് വലിയ പ്രശ്നങ്ങൾ വരാറില്ല. മഴക്കാലത്തുള്ളൊരു പ്രധാന പ്രശ്നം ഈച്ചകളുടെയും കൊതുകുകളുടെയും ശല്യം. അത് പെരുകാതിരിക്കാൻ വേണ്ടി നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അതിന് മരുന്നുകളൊക്കെ തളിക്കാറുണ്ട്. ചൂടുകാലമാണ് നമുക്ക് പശുക്കൾക്ക് ഏറ്റവും പ്രശ്നമാകുന്നത്. ഒരു ചൂടുകാലത്ത് അവർക്ക് തീറ്റ എടുക്കാൻ ബുദ്ധിമുട്ട്, അയ വെട്ടാൻ ബുദ്ധിമുട്ട്. അങ്ങനെ പാർപ്പിടത്തിൽ വല്ലോ സംവിധാനങ്ങളുണ്ട്. നമ്മളിപ്പം അതിനെ ഇപ്പം അടുത്ത പ്രാവശ്യം മിസ്റ്റൊക്കെ ചെയ്യാൻ, ഫോഗിങ് സംവിധാനമൊക്കെ ചെയ്യാനായിട്ടുള്ളൊരു സംവിധാനം എനിക്ക് കുറേ ഭാഗത്ത് GI ഷീറ്റാണ്. അപ്പം നമ്മളൊരു ഉച്ച സമയത്ത് പശുവിനെ ഒന്ന് കുളിപ്പിച്ചിട്ട് ഷീറ്റിൻ്റെ മേളിൽ വെള്ളം വീഴത്തക്ക ഒരു സംവിധാനം ചെയ്തപ്പോഴത്തേക്ക് നല്ല AC-യുടെ അതേ കൂളിങ് കിട്ടുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് നമ്മൾ സ്പ്രിംഗ്ലറും ഫോഗറും അടിക്ക് ചെയ്താൽ പശുവിന് നല്ലൊരു കുറച്ചും കൂടെ കംഫർട്ട് കിട്ടും. അടുത്ത വർഷത്തേക്ക് നമ്മളതെല്ലാം ഫാമിൽ ഫുള്ളായിട്ട് അത് ചെയ്യാനുള്ള എല്ലാ സംവിധാനങ്ങളും ചെയ്തിട്ടേക്കുക. ഇപ്പം ഇനി മഴക്കാലം, ഇനിയിപ്പോൾ നമ്മൾ ചെയ്തിട്ടത് ഉപയോഗമില്ല. ഞങ്ങൾ ഈ ചൂടുകാലത്ത് ചെയ്യാനായിട്ട് കൊണ്ടുവന്നതാണ്. അപ്പോഴത്തേക്ക് പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് വേറെ കാര്യങ്ങളിലേക്കൊക്കെ പോയപ്പോഴേക്ക് ചെയ്യാൻ പറ്റിയില്ല. അടുത്ത വർഷത്തേക്ക് നമ്മളതെല്ലാം എല്ലാ സിസ്റ്റം എല്ലാം ചെയ്തു വെച്ചേക്കും. അതിൻ്റെ സാധനങ്ങൾ വരേണ്ട ഒരു താമസം. ഇവർക്ക് ആഹാരം, തീറ്റ കൊടുക്കുന്നതും എല്ലാത്തിനുള്ള സംവിധാനം. നമുക്കുള്ള തൊഴുത്തിലെന്ന് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ക്ലീനിങ് എന്ന് വെച്ചാൽ നമുക്ക് ഡെയിലി ചെയ്യുന്ന കാര്യങ്ങൾ ഈസി ആക്കണം. എങ്കിൽ മാത്രമേ ലേബർ കുറയ്ക്കാൻ പറ്റൂ. ഞങ്ങൾക്കെന്ന് വെച്ചാൽ കാലത്തെ ഒരു 3 മണിക്ക് സ്റ്റാർട്ടായി കഴിഞ്ഞാൽ ഒരു 7 മണിയാകുമ്പോഴത്തേക്ക് എല്ലാം തീരും. ഞങ്ങൾ ആദ്യമേ പശുവിനെ മോർണിംഗിൽ പശുവിനെ ചാണകം വാരി കുളിപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ കറവ മെഷീൻ ഉപയോഗിച്ചാൽ കറക്കും. പിന്നെ കറവ സ്റ്റാർട്ടിങ് ആയി. ഈ കറവയ്ക്ക് മുമ്പേ തീറ്റ കൊടുക്കും. ഫീഡ് കൊടുത്ത് തീർന്നാലുടനെ അവർക്ക് വൈക്കോലാണോ സൈലേജാണോ പുല്ലാണോ അതും കൊടുത്ത് തീരും. കറന്ന് തീർന്ന് വരുന്നതിന് മുമ്പിട്ട് ഒരാൾ ഇതിൻ്റെ കാര്യങ്ങളിലേക്ക് കിടക്കും. ഞങ്ങൾ കറന്ന് തീർന്ന് പാലെടുത്തോണ്ടിറങ്ങുമ്പോൾ പിന്നെ അവർക്ക് കിടക്കാനായി. പിന്നെ ആരും അവരെ ശല്യം ചെയ്യാൻ പോകണ്ട. പിന്നെ ഞങ്ങളൊരു 10, 10:30, 10:45 ആകുമ്പോഴത്തേക്ക് ഞങ്ങൾ ഒന്നും കൂടെ നമ്മൾ കയറുമ്പോഴേ അവർക്കറിയാം. കയറുമ്പോഴേ അവർ ഓരോരുത്തർ എഴുന്നേക്കാൻ തുടങ്ങും. പിന്നെ വീണ്ടും ഒരു ചാണകം, ആ ചാണകമെല്ലാം ജോലിക്കാരാ നീക്കം ചെയ്യും. കൂടുതൽ അഴുക്കോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്നും കൂടെ വെള്ളം അടിച്ച് അവരെ ഒന്ന് നനച്ച് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു 10-20 മിനിറ്റ് അവർ നിൽക്കും. എന്നിട്ട് വീണ്ടും അതേ കണക്ക് കിടക്കും. പിന്നെ ഇവർ ഇടയ്ക്ക് ചിലപ്പോൾ എഴുന്നേൽക്കുകയും കിടക്കുകയൊക്കെ ചെയ്യും. പിന്നെ അവർക്ക് അടുത്ത 2-2:30 ആകുമ്പോഴടുത്ത ഇത് മോർണിംഗിൽ എങ്ങനെയായിരുന്നു അതേ കണക്ക് കറവ. 7 മണിയാകുമ്പോഴത്തേക്ക് പിന്നെ അവരുടെ ഭാഗത്ത് ആരും പോകുന്നില്ല. പിന്നെ അവർക്ക് വേണ്ടപ്പോൾ എഴുന്നേറ്റ് വെള്ളം കുടിക്കാം, കിടക്കാം. വെള്ളമൊക്കെ ഓട്ടോമാറ്റിക് ഫില്ലാവുന്നതാണ്. ഓട്ടോമാറ്റിക് നമ്മൾ അതിൻ്റെ പുല്ല് കൊടുക്കുന്ന തൊട്ടി മൊത്തം ടെയിലിട്ടേക്കാണ്. അതിന് വെള്ളം കുടിക്കുന്ന ഡ്രിങ്കർ മൊത്തം ഗ്രാനൈറ്റിൽ ചെയ്ത് റെഡിയാക്കി വെച്ചേക്കുവാണ്. അപ്പം അതിനകത്ത് അവർക്ക് നല്ല രീതിയിൽ കുടിക്കാൻ കിടക്കുന്ന സ്ഥലമൊക്കെ മാറ്റമുണ്ട്. കുറച്ച് ഭാഗം മാറ്റുണ്ട്, കുറച്ച് ഭാഗം മാറ്റില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റൊട്ടീനാണ്. മാറ്റിൽ നിൽക്കുന്നവരെ ഒരു 3 മാസക്കാലം കഴിയുമ്പോഴത്തേക്ക് മാറ്റില്ലാത്തടത്തേക്ക് പോവും. മാറ്റില്ലാത്തടത്ത് നിൽക്കുന്നവർ മാറ്റിലേക്ക് വരും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാറ്റിൽ നിൽക്കുന്നവരുടെ കുളമ്പ് തേയില, മറ്റവരുടെ കുളമ്പ് ഈ മാറ്റി നിൽക്കുമ്പോൾ അവരുടെ കുളമ്പ് കുറച്ച് വളരാനും എടുക്കാനും അത് മാറ്റില്ലാത്തടത്തേക്ക് പോകുമ്പോഴത്തേക്ക് അവരൊന്ന് അതിനൊരു ഇതുണ്ട്. കറവക്കാലം ആകുമ്പോഴത്തേക്ക് മാറ്റി നിർത്തും. ഒരു 3 മാസം 4 മാസം ചെനയാകുമ്പോഴത്തേക്ക് മാറ്റിൽ നിന്ന് മാറ്റും. വീണ്ടും 8 മാസം ചെനയാകുമ്പോഴത്തേക്ക് അവർ വീണ്ടും മാറ്റിൽ കയറും. അപ്പോൾ അവർക്ക് കൂടുതൽ ആവശ്യകതയാണ് മാറ്റി കിടക്കാനാകുമ്പോൾ ബോഡിക്ക് വെയിറ്റൊക്കെ കൂടി പ്രഗ്നൻ്റ് ആകുമ്പോൾ അവർക്ക് പിടിച്ചെഴുന്നേക്കാം. അപ്പോൾ മാറ്റി ചവിട്ടി അവർക്ക് നല്ല രീതിയിൽ എഴുന്നേക്കാം. അപ്പോൾ ഒരു 7 മാസം 8 മാസം ആകുമ്പോഴത്തേക്ക് വീണ്ടും ഒരു മാറ്റിലേക്ക് കയറുക. അപ്പോൾ ഇതൊക്കെ സ്വയം എക്സ്പീരിയൻസ് കൊണ്ട് തന്നെ നമ്മൾ ഡിവൈസ് ചെയ്യും. പിന്നെ അത് നമ്മൾ ഒരു പശുവിനെ നമ്മൾ നിരീക്ഷിക്കും. എന്താ വെച്ചാൽ എനിക്ക് എപ്പോഴായാലും ഞാൻ രാത്രി 1 മണിയായാലും എവിടെയെങ്കിലും പോയിട്ട് വന്നാൽ ഞാൻ എൻ്റെ ഫാമിൽ കയറാതെ വീട്ടിൽ കയറിയല്ല. ഫസ്റ്റ് വന്ന് ഞാൻ എൻ്റെ ഫാമിലാണ് കയറുന്നത്. എന്നിട്ട് ഞാൻ എൻ്റെ വീട്ടിൽ കയറുള്ളൂ. പിന്നെ നമുക്ക് നോക്കുമ്പോൾ തന്നെ അറിയാം ഏതെങ്കിലും ഒരു പശുവിന് അകിട് വീക്കം ഉണ്ടെങ്കിലോ മറ്റെന്ത് കാര്യം ഉണ്ടെങ്കിലോ ഈ ഒരു അസുഖം ഉണ്ടെങ്കിലോ നമ്മൾ കൃത്യം ശ്രദ്ധിക്കുന്ന ഒരു ജോലിക്കാരനാണെങ്കിലും ആ ഫാമിൻ്റെ ഓണറാണെങ്കിലും അവർക്ക് അറിയാൻ പറ്റും. പിന്നെ എല്ലാത്തിൻ്റെ റെക്കോർഡ് നിങ്ങൾ എല്ലാത്തിൻ്റെ റെക്കോർഡ്, അതായത് കുത്തിവെച്ച ഡേറ്റ് വരെ, മരുന്ന് കൊടുത്ത ഡേറ്റ്, കംപ്ലീറ്റ് കാര്യങ്ങൾ. എന്തെങ്കിലും ഹെവി ആയിട്ട് ഇപ്പോൾ തൈലേറിയ പോലുള്ള അസുഖങ്ങൾ വന്നാൽ അതെന്നാണ് വന്നത്, അതിൻ്റെ എത്ര ശതമാനം ഉണ്ടായിരുന്നു, അതെല്ലാം നമ്മൾ എഴുതി ആ പശുവിൻ്റെ സൂക്ഷിക്കും. നമ്മൾ തൈലേറിയ വന്നു പോയി എന്നും പറഞ്ഞാൽ പശുവിനെ കൊടുത്ത് ഒഴിവാക്കലൊന്നുമില്ല. അതിനെ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് അതിൻ്റെ പൂർണ്ണസ്ഥിതി ആരോഗ്യത്തിലാക്കിയിട്ട് വീണ്ടും എൻ്റെ കയ്യിൽ തൈലേറിയൊക്കെ വന്ന് ചാവാറായി പോയ പശുക്കൾ ഇപ്പോഴും ഏകദേശം 2-3 പ്രസവിച്ച എൻ്റെ ഫാമിൽ തന്നെ ഉണ്ട്. ഇപ്പം വിനുജി, നമ്മൾ ഈ ക്ഷീരകൃഷി ചെയ്യുമ്പം ചില ആൾക്കാർക്ക് പ്രതീക്ഷിക്കുന്നത്ര ലാഭം കിട്ടാറില്ല. അപ്പോൾ അവിടെ മിക്കവാറും സംഭവിക്കുന്ന തെറ്റുകൾ എന്തൊക്കെ ആയിരിക്കും? ഇപ്പം ഒരു ഫാം ഒരു 10-15 പശുക്കളെ ഇപ്പോൾ ഗൾഫിൽ നിന്നായാലും എവിടെ നിന്നായാലും വന്നിട്ട് ഒരു ആഗ്രഹം കൊണ്ട് ഈ കൊണ്ടുവന്ന് ഒരു 10-15 പശുക്കളെ അങ്ങ് മേടിച്ച് ഇടും. അവരതിലൊരു പുല്ല് പോലും എടുക്കാൻ തയ്യാറാവുകയില്ല. 1. 2 പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ജോലിക്കാർ വരിക, അവർക്ക് ഇപ്പം 15 പശുക്കളെ നോക്കുന്നോളെന്ന് പറയും. അവർ ഉദ്ദേശിക്കുന്നതിൽ കൂടുതൽ ശമ്പളം അവർക്ക് കൊടുക്കേണ്ടി വരും. എന്താ വെച്ചാൽ അവർക്ക് പണി ഹാർഡാണ്. ഇപ്പം കാലത്തെ പുണ്ണാക്കും വെള്ളമൊക്കെ കലക്കിയെടുത്ത് ഈ 10-25 പശുക്കൾക്ക് പിടിച്ചു വെച്ച് കൊടുക്കുമ്പോഴത്തേക്ക് ആ വെള്ളം കൊടുത്തു കഴിയുമ്പോഴേ അവരുടെ പണി ഒരു മട്ടം ഒതുങ്ങും.
പിന്നെ അതിനെ ബ്രഷ് ഇട്ട് തേച്ച് ഉരച്ച് കഴുകൽ, പിന്നെ പുല്ലൂട് ബ്രഷ് ഇട്ട് ഉരതി കഴുകൽ, അതിൻ്റെ ചാണകം സുഗമമായിട്ട് അതിൻ്റെ ട്രോളികൾ കാര്യങ്ങൾ, ഇതെല്ലാം നമ്മൾ ഈസി മെത്തേഡാണെങ്കിൽ ജോലിക്കാരെ 1.5 മണിക്കൂർ ചെയ്യേണ്ട പണി അരമണിക്കൂർ കൊണ്ട് ചെയ്യാനാണ്. അപ്പോൾ അവർക്കും എളുപ്പമാണ്, അരമണിക്കൂർ കൊണ്ട് ചെയ്ത് തീർന്നിട്ട് അവർക്കും ഒന്ന് റെസ്റ്റ് എടുക്കാം. ഇതൊക്കെ നമ്മൾ നോക്കാം. നമ്മളല്ലാതെ അഞ്ചാൽ കുറേ പശു വാങ്ങിയിട്ടത്. പിന്നെ ഇതിൻ്റെ ഡ്രെയിനേജ് വെള്ളം പോലാണ് ഏറ്റവും പ്രധാന ഘടകം. പിന്നെ പല കർഷകർക്കും ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് അകിട് വീക്കം, ദൈനംദിന അകിട് വീക്കം. എനിക്കും ആദ്യം സംഭവിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം തൊഴുത്തിൽ നമ്മളൊരു ചാല് പോലെയൊക്കെ വെച്ചിട്ട് വെക്കുമ്പോൾ അതിൽ നിന്ന് വീണ്ടും പശുക്കൾ ചവിട്ടി അങ്ങോട്ട് കയറുകയും ചവിട്ടി ഇറങ്ങുകയും വെള്ളം അടിക്കുമ്പോൾ അതിൽ നിന്ന് അങ്ങോട്ട് കയറുകയൊക്കെ ചെയ്യുമ്പോൾ ബാക്ടീരിയകൾ, ഞാൻ നല്ല ഏതാണ്ട് 2 അടി താഴ്ചയിൽ ഓട പോലെ ചെയ്തിട്ട് അതിൻ്റെ മേളിൽ ഗ്രില്ലിട്ടേക്കുക. അപ്പം ഇതിൻ്റെ മേളിൽ നിന്ന് പോകുന്ന വെള്ളം ഒന്നും തിരിച്ച് അതിൻ്റെ മേളിലേക്ക് കയറിയല്ല. ഇതെല്ലാം അണ്ടർഗ്രൗണ്ടിൽ കൂടെ ഈ വെള്ളം എല്ലാം പോകുന്നത്. നമുക്ക് അതിനകത്ത് എപ്പോൾ വേണമെങ്കിലും കയറി നടക്കാം. ഉണങ്ങി ഇണക്കിയിരിക്കും. എപ്പോൾ വേണമെങ്കിലും അതിൻ്റെ മേളിൽ കൂടെ കയറി ചാണാനോ. എൻ്റെ ഇരത്തിൽ എന്ന് പറഞ്ഞാൽ 1 സൈഡാണ്. പശു നിൽക്കുന്ന ഒരു 7 അടി വന്നതിന് ശേഷം പിന്നെ ഒരു ഓട, പിന്നെ ഇവിടെ ഒരു 4 അടി 5 അടി. അത് ഞങ്ങൾക്ക് കറവ മെഷീൻ കൊണ്ടുപോകാനും അത്യാവശ്യം കുട്ടികളെ ഇങ്ങോട്ടൊന്ന് പിടിച്ചു കെട്ടാനും മറ്റ് പാലൊഴിച്ചു വെക്കാനും ഉള്ള സംവിധാനങ്ങളെല്ലാം ചെയ്യാൻ വേണ്ടിയാണ് ബാക്ക് ഏരിയ ഇട്ടേക്കുന്നത്. ഈ ബാക്ക് ഏരിയ കൂടെ ഒരു പശുവിനെ നമുക്ക് ഇപ്പോൾ അസുഖം വന്നൊന്ന് എടുത്ത് പിടിച്ച് അങ്ങോട്ടൊന്ന് മാറ്റി കിടത്തണം, അല്ലെങ്കിൽ ഒന്ന് ഇറക്കി കൊണ്ടുപോകണം. പിന്നെ ചാണകം വരുന്ന അറബാന വെക്കാനും അതിൻ്റെ ട്രോളികൾ വെക്കാനും എല്ലാം, പാല് കൊണ്ടുപോകുന്ന ട്രോളികൾ വെക്കാനും എല്ലാം ഉള്ള സൗകര്യമുണ്ട്. കറന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പോയി ട്രോളി കൊണ്ടുണ്ട്. ഇതെല്ലാം അവർക്ക് സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഇതിനകത്ത് കയറിയാൽ മതി. അങ്ങനത്തെ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് ഇതെല്ലാം കൊണ്ട് അവർക്ക് അങ്ങ് ഇറങ്ങിപ്പോകാം. അന്നേരം പിന്നെ അവരുടെ പണി തീർത്ത് അവർക്ക് അങ്ങ് പോകാം. ഡെയിലി ചെയ്യുമ്പോൾ അത് ബുദ്ധിമുട്ടാണ്. അത് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഞാനും അവരോടൊപ്പം നിൽക്കുന്നുണ്ട്. ഞാൻ ചെയ്തെങ്കിൽ എനിക്ക് അതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാവും. ഞാൻ അവരോടൊപ്പം എല്ലാ കാര്യങ്ങളിലും കൂടും. ഞാൻ കൂടുന്നത് എന്തുകൊണ്ടാണ്? ഇതിൽ എത്രമാത്രം ഒരു ജോലിക്കാരൻ എത്രമാത്രം ജോലി ചെയ്യാൻ ഒക്കുമെന്ന് നമ്മളറിയണം, ഓണർ അറിയണം. ഞാൻ കാലത്ത് വന്നിട്ട് കുറേ ഓർഡർ കൊടുത്തിട്ട് പോയാൽ പോരാ. ഇപ്പം പറയാം, നിങ്ങളൊരു 30 കെട്ട് പുല്ല് വെട്ടിയിട്ടേക്കണേ. ഈ 30 കെട്ട് പുല്ല് വെട്ടി അവൻ ചുമന്ന് വീട്ടിൽ വരുമ്പോൾ അവൻ എന്തുമാത്രം ആയാസമുണ്ട്. ആ 30 കെട്ട് പുല്ല് അവനെ കൊണ്ട് വെട്ടാൻ കഴിയുമോ? ചിലപ്പോൾ 1 ദിവസം 2 ദിവസം. ഇത് ദൈനംദിനം നടക്കേണ്ട കാര്യമാണ്. നമ്മളും കൂടെ കൂടുമ്പോൾ നമുക്കറിയാൻ പറ്റും. അതനുസരിച്ച് അവർക്കൊരു ഫ്രീ കൊടുക്കും. പിന്നെ അതിനകത്ത് ഇട്ട് കളഞ്ഞിട്ട് പോകുന്നവരെ നമ്മൾ പെട്ടെന്ന് എവിടെന്നെങ്കിലും ഒരാളെ പിടിച്ച് കയറ്റുക. ആ ആൾ പോകുമ്പോൾ വീണ്ടും അടുത്തൊരാളെ കൊണ്ടുവരിക. അത്യാവശ്യം നല്ലൊരാളാണെങ്കിൽ മാന്യമായുള്ള സാലറി കൊടുത്ത് അവരെ അങ്ങ് നിർത്തും. ഒരു കണ്ടിന്യൂറ്റി നമുക്ക് കിട്ടുക. ഈ പാലൊക്കെ എങ്ങനെയാണ് പാല് നമ്മൾ കുറച്ച് ലോക്കൽ സെയിലായിട്ട് കൊടുക്കുന്നുണ്ട്, കുറച്ച് നമ്മൾ അടുത്തുള്ളൊരു സംഘത്തിലാണ് കൊടുക്കുന്നത്. കൊട്ര ക്ഷീരസംഘം എന്ന് പറയും. നല്ല സംഘത്തിൻ്റെ സപ്പോർട്ടാണ് നമ്മൾ ഇവിടം വരെ എത്താനുള്ളൊരു കാരണം. സംഘത്തിൽ അതിൻ്റെ പ്രസിഡൻറ്റും സെക്രട്ടറിയും ഒക്കെ നല്ല സപ്പോർട്ടാണെന്ന് വെച്ചാൽ പശുക്കളെ വാങ്ങാനും എടുക്കാനും എന്ത് കാര്യം പറഞ്ഞാലും അവർ നമ്മളോടൊപ്പം ഉണ്ട്. ഇത് നമുക്കൊരു പ്രോസസ്സിങ് ചെയ്യാൻ അങ്ങനെ വല്ലതും കാര്യങ്ങൾ മനസ്സിൽ വന്നിട്ടുണ്ട്. പക്ഷേ ഞങ്ങളുടെ സംഘം നല്ലതായതുകൊണ്ട് ഞങ്ങൾക്ക് അങ്ങനെ പോവേണ്ടി വന്നിട്ടില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല വിലയും കിട്ടുന്നുണ്ട്, അത്യാവശ്യം അവർ നല്ല കോപ്പറേറ്റീവുമാണ്. അതുകൊണ്ട് പിന്നെ നമ്മൾ പിന്നെ ഒരു ചെറിയ മാർജിൻ അതിൽ ബൈ പ്രോഡക്റ്റ് ആകുമ്പോൾ നമുക്ക് ലാഭം കൂടുതൽ കിട്ടും. പിന്നെ അവിടെ ലേബർ വെക്കണം. പിന്നെ അതിന് എനിക്ക് വളരെ കുറച്ച്, ഞാൻ വൈഫ്, അമ്മ, 2 കുഞ്ഞുങ്ങളാണ്. പിന്നെ കൂടുതൽ ആൾക്കാർ ഇതിലോട്ട് ഉൾപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നതുമില്ല. അതുകൊണ്ടാണ് ഞാൻ ബൈ പ്രോഡക്റ്റിലോട്ടൊക്കെ പോകണമെന്നുണ്ട്. പക്ഷേ എങ്കിൽ പിന്നെ ഇതിൻ്റെ എണ്ണം കൂട്ടണം, ജോലിക്കാരെ വീണ്ടും കൂട്ടണം. പിന്നെ അത്ര അങ്ങോട്ട് ഇപ്പോൾ തൽക്കാലം പോകുന്നില്ല, ക്രമേണ പോകും. പക്ഷെ തൽക്കാലം ഇപ്പം പോകുന്നില്ല. അപ്പോൾ ഈ എന്താ പറയുന്നത്, നമ്മുടെ ഈ ചാണകമൊക്കെ ഇതുമൊക്കെ ഇപ്പോൾ ഒരു പ്രൊഡക്റ്റ് തന്നെയാണല്ലോ, പാലുമാതിരി തന്നെ. അപ്പോൾ അത് എങ്ങനെയാണ് അതിൻ്റെ പ്രോസസ്? ചാണകം എനിക്ക് അവിടെ വണ്ടിക്കാർ വന്നെടുത്ത് പോവുകയാണ്. പക്ഷെ നമുക്കതിന് ചെറിയ പൈസയെ കിട്ടുന്നുള്ളൂ. പക്ഷെ നമ്മളിപ്പോൾ ഷെഡൊക്കെ ചെയ്ത് ചാണകം ഉണക്ക ചാണകത്തിന് ഇഷ്ടം പോലെ ആൾക്കാർ വരുന്നുണ്ട്. ആദ്യം എനിക്കും ഒരു തെറ്റായ ധാരണയായിരുന്നു. എന്ന് വെച്ചാൽ ഈ ചാണകം പിഴിഞ്ഞ് അതിൻ്റെ സ്ലറി പോയി കഴിയുമ്പോൾ അത് വെറും ചണ്ടിയാണല്ലോ, അത് കൊണ്ടുപോയാൽ കൃഷിക്കാർക്ക് ഉപയോഗം ഇല്ലല്ലോ എന്നുള്ളൊരു കാഴ്ചപ്പാട് കാരണമാണ്. പക്ഷേ അത് പിന്നെ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അതിൻ്റെ വേണ്ടാത്ത സാധനമാണ് ഈ വെള്ളം. അത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചാണകത്തിൻ്റെ ഗുണനിലവാരം ഒന്നും പോകുന്നില്ല. അതിൻ്റെ ബാക്ടീരിയ മറ്റുള്ള കാര്യങ്ങളും എല്ലാം ഉണ്ട്. ചാണകം ഈ പിഴിഞ്ഞ ചാണകത്തിനകത്ത് വലിയ പോരായ്മകളൊന്നുമില്ല. അത് ഇട്ട കൃഷികൾ ഞാൻ കാണുകയൊക്കെ ചെയ്തു. നല്ല രീതിയിൽ തഴച്ചു വളരുകയും നല്ല വിലയും. ഞാനും പുല്ലിന് അവിടെ നിന്ന് എനിക്ക് ചാണകം ഉണ്ടായിട്ട് പോലും ഈ പിഴിഞ്ഞ ചാണകത്തിൻ്റെ അടുത്തുനിന്ന് ഞാൻ കൊണ്ടുവന്ന് 2-5-6 മൂട് പുല്ലൊക്കെ നട്ടു നോക്കി. അപ്പം പുല്ലൊക്കെ നല്ല രീതിയിൽ നമ്മൾ മറ്റേ ചാണകവും ഇതും ഒരേ സമയം തന്നെ 2 പോർഷനായിട്ട് തിരിച്ച് ഞാൻ ഒരു 10 പുല്ല് നട്ടിട്ട് ഈ 2 ചാണകവും ഇട്ട് കൊടുക്കുക. എക്സ്പെരിമെന്റ് ഒക്കെ അങ്ങനെ ചെയ്യാറുണ്ടല്ലേ? പിന്നെ വിനുജി, നമ്മൾ ഈ സംസാരിച്ചുകൊണ്ടിരുന്നാൽ എനിക്ക് തോന്നുന്ന സമയം കുറഞ്ഞു പോകുമെന്ന് തോന്നുന്നു. താങ്കളുടെ എക്സ്പീരിയൻസ് അത്രയും അധികമാണ്. പക്ഷെ ഇന്ന് നല്ലൊരു ചർച്ച നമുക്ക് ചെയ്യാൻ സാധിച്ച് താങ്കൾ പരിപാടിയിലേക്ക് വന്ന് വളരെ നന്ദി. ഓക്കെ, താങ്ക് യു.